അധ്യാപകർക്ക് ആശ്വാസം പകർന്ന കേട്ടറ്റിൽ സുപ്രധാന തീരുമാനവുമായി സർക്കാർ. ഭിന്നശേഷി സംവരണത്തിലെ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി. കേട്ടറ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താനും തീരുമാനം. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കാനുള്ള നിർണായക തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. ഭിന്നശേഷി സംവരണത്തിലെ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമായിരിക്കുമെന്നും ഇതു സംബന്ധിച്ച് AGയുടെ നിയമോപദേശം ലഭിച്ചുവെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. NSSന് ബാധകമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമായിരിക്കും. കേട്ടറ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടിയാൽ മതി. കേട്ടറ്റില്ലാത്തത് സ്ഥാനക്കയറ്റത്തെ ബാധിക്കുന്നത് ഒഴിവാക്കും. കേട്ടറ്റിൽ നിയമോപദേശം തേടുമെന്നും സുപ്രീംകോടതി വിധി അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 2012 മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബർ മാസം 1 ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിരാകരിക്കുകയും കേട്ടറ്റില്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തു. ഇത് 20,000-ഓളം അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശവും സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകരുടെ ഉപദേശവും കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ വിശദീകരണം. അടുത്തിടെ ഉത്തരവ് മറ്റുള്ളവർക്കും ബാധകമാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ശമ്പളം കിട്ടാത്ത 20,000-ഓളം അധ്യാപകർക്ക് പുതിയ തീരുമാനപ്രകാരം നിയമന അംഗീകാരം കിട്ടും. പക്ഷേ ഉത്തരവ് സുപ്രീംകോടതി വിധിപ്രകാരമെന്ന ഉപാധിയും വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.